കഞ്ചാവ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിട്ടയച്ചയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. കോയിപ്പുറം വരേന്നൂർ സ്വദേശി സുരേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരമാസകലം മർദ്ദനമേറ്റതായും വാരിയലുകൾക്ക് പൊട്ടലുള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് കസ്റ്റഡിയിൽ സുരേഷിനെ മർദ്ദനമേറ്റതായി സഹോദരൻ സണ്ണി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മാർച്ച് 16-ാം തീയതിയാണ് കഞ്ചാവ് ബീഡി വലിച്ചെന്ന സംശയത്തിന്റെ പേരിൽ സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച സുരേഷിനെ 19-ാം തീയതി കോയിപ്പുറം പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി. പിന്നീട് 22-ാം തീയതി കോന്നിയിലെ ആളൊഴിഞ്ഞ തോട്ടത്തിൽ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കോയിപ്പുറം സ്റ്റേഷനിൽ സുരേഷിന് ക്രൂരമർദ്ദനമേറ്റു എന്ന സഹോദരൻ സണ്ണി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അപ്പൊ ആ ചെല്ലുന്ന സമയത്ത് ഈ സർക്കിൾ ഇങ്ങനെ മർദ്ദിക്കുമ്പോ പറയുന്നുണ്ട്, ഇന്നവര് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ പിടിച്ചത് എന്നും പറഞ്ഞോണ്ട് ഇയാള് പറഞ്ഞോണ്ടായിരിക്കുന്നെന്ന് പറഞ്ഞു. മരിക്കുന്നതിന് തലേ ദിവസം 3 പേരെത്തി സുരേഷിനെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. കമ്മിറ്റിക്ക് കൊണ്ടുപോകുന്നു എന്നായിരുന്നു കാറിലെത്തിയവർ അമ്മയോട് പറഞ്ഞത്. പിന്നീട് അറിഞ്ഞതേ ഉള്ളൂ. അവര് കൊണ്ടുപോയപ്പോ ജോലിക്ക് പോകുന്നവനല്ലായിരുന്നു, അപ്പം അങ്ങനെ പോയതാന്ന് ഞാൻ വിചാരിച്ചേ. തുടർന്ന് അടുത്ത ദിവസം കോന്നി ഇളക്കൂരിലെ തോട്ടത്തിൽ സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ശരീരമാസകലനം മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നും വാരിയലുകൾക്ക് പൊട്ടലുള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്തുവെന്ന എഫ്ഐആർ തിരുത്താനോ കൂടുതൽ അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ ആരോപണത്തിലും മരണം ആത്മഹത്യയായി ഒതുക്കി തീർത്തതിലും കോയിപ്പുറം പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.